ഹലോ ഗൈസ്, ഐ ആം മനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന LBS BSc നഴ്സിങ്ങിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പറയാനാണ്. അത് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറിൻ്റെ ബേസിൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കും. ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം. നമുക്കറിയാം, ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് കറക്ഷൻ ടൈം ഉള്ളത്. സോ ഈ ഒരു ടൈമിൽ തന്നെ എല്ലാ കറക്ഷൻസും, അതായത് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുന്നായി തന്നെ എല്ലാ കറക്ഷൻസും തീർത്ത് അപ്ലിക്കേഷൻ കൺഫേം ബട്ടൺ ചെയ്യുക. എങ്കിൽ മാത്രമാണ് LBS അത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റായ ഡാറ്റ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ കറക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ചില സമയങ്ങളിൽ റിജക്റ്റ് ആവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷനുള്ള കാറ്റഗറിക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു റിസർവേഷൻ ക്ലെയിം ചെയ്യാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഇപ്പോൾ കറക്ഷൻ ടൈമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ട്രയൽ റാങ്ക് ലിസ്റ്റ്, അതായത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും വന്നതിന് ശേഷം മാത്രമായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്ന് നമുക്ക് അന്ന് മുതൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങളുടെ കോളേജുകൾ ഓപ്ഷൻ വെക്കേണ്ടത്, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ എല്ലാവരും തന്നെ നിങ്ങൾ വെക്കുന്ന കോളേജുകളെ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ ഭയങ്കര ഹറിബറി ആയിരിക്കും. ആദ്യം നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഏതൊക്കെ കാറ്റഗറി ആണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്ന് കയറിയിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി ലാസ്റ്റ് കയറിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 293.3 മാർക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് കയറിയത്. EWS കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കയറിയിരിക്കുന്നത് 294.2 മാർക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാടാണ്. പിന്നെ EZ കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കയറിയിരിക്കുന്നത് 295 മാർക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പത്തനംതിട്ട. പിന്നെ MU കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അതും 295 തന്നെയാണ് ലാസ്റ്റ് കയറിയിരിക്കുന്നത്. കോളേജ് വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പത്തനംതിട്ട തന്നെയാണ്. പിന്നെ വരുന്നത് BH കാറ്റഗറിയിൽ കയറിയിരിക്കുന്നത് 261.7 മാർക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് കയറിയിരിക്കുന്നത്. പിന്നീട് വരുന്നത് LC കാറ്റഗറിയാണ്. അതിൽ കയറിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 295.8 കയറിയിരിക്കുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ്. ഇനി അടുത്ത് വരുന്ന BX കാറ്റഗറി 294.2 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയാണ്. പിന്നെ വരുന്ന KU കാറ്റഗറി 232.5 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ. DV കാറ്റഗറി 250 മാർക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട്. VK കാറ്റഗറി 296.7 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. നെക്സ്റ്റ് KN കാറ്റഗറി കയറിയിരിക്കുന്നത് 212 മാർക്കാണ്. കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പത്തനംതിട്ട. SC കാറ്റഗറി 216 മാർക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ. ST കാറ്റഗറി 201.7 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. അപ്പോൾ ഇങ്ങനെയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ കയറിയിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ന് നോക്കാം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേത് നോക്കാം. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിരിക്കുന്ന ലാസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 250.8 മാർക്കാണ് കയറിയിരിക്കുന്നത് അർച്ചന കോളേജിലാണ്. പിന്നീട് EZ കാറ്റഗറിയാണ് വരുന്നത്. EZ കാറ്റഗറി ലാസ്റ്റ് കയറിയിരിക്കുന്ന മാർക്ക് 250 തന്നെയാണ്. കയറിയിരിക്കുന്ന കോളേജ് വെൽകെയർ കോളേജ് ഓഫ് നഴ്സിംഗ് IET മലപ്പുറം തുടങ്ങിയിട്ടുള്ള ഈ 2 കോളേജുകളിലാണ്. പിന്നെ MU കാറ്റഗറി ലാസ്റ്റ് കയറിയിരിക്കുന്നത് 251 മാർക്കാണ്. കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് പയ്യന്നൂരാണ് കയറിയിരിക്കുന്നത്. പിന്നെ വരുന്നത് BH കാറ്റഗറിയാണ്. BH കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 251 മാർക്ക് വള്ളുവനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒറ്റപ്പാലത്താണ് കയറിയിരിക്കുന്നത്. LC കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 250.8 സിമറ്റ് അയ്യമ്പാറ കാസർഗോഡാണ് കയറിയിരിക്കുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് BH കാറ്റഗറിയാണ്. 255 മാർക്കാണ് കയറിയിരിക്കുന്നത്. കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോളേജിലാണ് കയറിയിരിക്കുന്നത്. KU കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 216 മാർക്കാണ് കയറിയിരിക്കുന്നത്. PIMS കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാടാണ് കയറിയിരിക്കുന്നത്. PIMS PIMS ആണ്. പിന്നെ DV കാറ്റഗറി നോക്കുകയാണെങ്കിൽ 233.3 മാർക്ക് സിമറ്റ് താന്നൂർ മലപ്പുറമാണ് കയറിയിരിക്കുന്നത്. VK കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 245 മാർക്ക് ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂരാണ് കയറിയിരിക്കുന്നത്. ഇനി SC കാറ്റഗറിയിൽ 240.8 മാർക്ക് IET മലപ്പുറത്ത് കയറിയിട്ടുണ്ട്. ST കാറ്റഗറിയിൽ 201.7 മാർക്ക് തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്
ആണ് കയറിയിട്ടുള്ളത്. ഇത്രയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഓരോ കോളേജിലും ലാസ്റ്റ് കയറിയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഓരോ കോളേജിലും എത്ര ഇൻഡെക്സ് മാർക്ക് വെച്ച് കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിൽ നിങ്ങളുടെ കോളേജിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടാനാണ് ചാൻസ് ഉള്ളതെന്ന് നോക്കി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആ ഒരു ഓർഡർ ഉണ്ടാക്കുക. അതെല്ലാം ഇപ്പോൾ ഇരുന്ന് ഈ ഒരു ഫ്രീ ടൈം ചെയ്യുക. എന്നിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷന് പോകുന്ന ടൈമിൽ ആ ഒരു നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓർഡർ അനുസരിച്ച് ഓപ്ഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.